ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വഴുതനങ്ങ വെച്ചൊരു ഗൊജ്ജുണ്ടാക്കാമേ. ഇതായിട്ട് ഇങ്ങനത്തെ വഴുതനങ്ങയാണ്, നല്ല പർപ്പിൾ കളറിലെ നീളമുള്ള വഴുതനങ്ങ. ഇത് ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അത് കണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഞാൻ അതിൻ്റെ കറയൊക്കെ പോകാനായിട്ടൊന്ന് കുറച്ച് നേരം ഇട്ടിരുന്നേ. മഞ്ഞപ്പൊടിക്കകത്തുമൊക്കെ ഇട്ട് കഴുകി വെച്ച് പിന്നെ നല്ല വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താണ്. ഇത് നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ടേച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെള്ളമയം പോയി കഴിഞ്ഞിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളമയം എല്ലാം പോയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വെള്ളമയം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് എണ്ണയ്ക്കകത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാൻ. അപ്പം നമ്മൾ അങ്ങനെ ഇട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വഴുതനങ്ങയുടെ ഒരു പച്ചമണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട കുട്ടികളാണേലും മുതിർന്നവർക്കാണേലും വഴുതനങ്ങ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും കിട്ടും. ഇവിടെ നല്ല ഇങ്ങനത്തെ വഴുതനങ്ങ കിട്ടുക ബാംഗ്ലൂരിൽ. ഇതിനാണെങ്കിൽ നമുക്ക് ഒരു കേടൊന്നുമില്ല. കണ്ടോ, ഇത്രയും വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഒരെണ്ണം പോലും ഒരു ചാടും കേടില്ലായിരുന്നു. ഇപ്പം നമുക്കിതിനകത്തോട്ട് ശകല ഉപ്പിട്ട് കൊടുക്കാം. വഴുതനങ്ങയ്ക്ക് മാത്രമായിട്ട് ശകലം. അപ്പോൾ ഇതിവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇച്ചിരി ഉള്ളായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കടലപ്പരിപ്പ്, കടുക്, പിന്നെ നമുക്ക് ഒരു സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കാമേ. പക്ഷേ എങ്കിൽ ഇവിടെ അച്ഛന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഇടത്തില്ല. നമുക്കിതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞ് സവാള, ഞാനിപ്പോൾ ഒരു വലിയൊരു സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സവാള നമ്മൾ ഏറെ ചേർക്കുന്നത് നല്ലതാണ്. ഞാനതുകൊണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനൊരു ശകല ഉപ്പിട്ട് നമുക്ക് പെട്ടെന്ന് അടിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വഴുതനങ്ങയ്ക്ക് ഉപ്പിട്ടതായിരുന്നു, അതുകൊണ്ട് ഉള്ളിക്കുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. നന്നായി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കൂടെ നമുക്ക് ഒരിച്ചിരി വെളുത്തുള്ളി, അതും കൂടെ ചതച്ചതാണ്. ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അതും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ഇപ്പം ഞാൻ എരിവിനാവശ്യമായ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണിത്, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി,
മല്ലിപ്പൊടി 1 സ്പൂണ് മതിയേ, മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ വേണ്ടിയത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. പിന്നെ മുളക് പൊടിയൊക്കെ എരിവിന് അവരവരുടെ ആവശ്യത്തിന് എടുക്കാം. ഇവിടെ ടോട്ടലി ഇച്ചിരി എരിവ് കുറവാണ്, അതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് നമുക്ക് അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇതും കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി എല്ലാം ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ച് നമ്മുടെ വഴുതനങ്ങ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കൊരു 5 നിമിഷം സിമ്മിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പ് കുറവായിരുന്നു, ഞാനിപ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ ഇടുകയാണ്. പിന്നെ ഇങ്ങനെ കൊറ്റുണ്ടാക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോറിന് ഉപ്പിട്ട് വെക്കുന്നത് നല്ലതാണ്, ഇളക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ശകലം ഉപ്പ് കൂടുതലിട്ട് ഇതൊന്നും ഉണ്ടാക്കണം. ഒത്തിരി അങ്ങ് ഓവറായിട്ട് ഉപ്പ് വേണ്ട, ഒരു മീഡിയം ഇതിൽ. നമ്മൾ സാധാരണ കറി വെക്കുന്നതിന് ശകലം കൂടുതലായിട്ട് ഇരിക്കണം. ഓക്കെ, ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഉണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഗൊജ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ തേങ്ങ ചിരകിയത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടം, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഗൊജ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിക്കും ചോറിനും തൈര് ചോറിനും ഒക്കെ നല്ല അടിപൊളി ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.